Hi friends, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ടേസ്റ്റി പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. കേരള സ്റ്റൈൽ പൈനാപ്പിൾ പുളിശ്ശേരി. നമ്മുടെ സദ്യയിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റുന്നൊരു വിഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. hope you like it. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറാക്കാൻ നമ്മുടെ അത്യാവശ്യം പഴുത്ത നല്ലൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു ഹാഫ് പോർഷൻ എടുക്കാൻ പോകുന്നത്. കട്ട് ചെയ്തപ്പോൾ ഏകദേശം 2 കപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാനിവിടെ ഇപ്പോൾ 3 കപ്പ് വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. ഇത് മുങ്ങി നിൽക്കുന്ന വിധത്തിൽ നമ്മൾ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഏകദേശം ഒരു 15 മിനിറ്റെങ്കിലും ഹൈ ഫ്ലെയിമിൽ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇത് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. അതോടൊപ്പം 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന്, ഒരുപാട് അരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിൾ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്, നല്ലൊരു മണമുണ്ട്. നമ്മുടെ പൈനാപ്പിളും വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അരപ്പ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ 1/4 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. ഉപ്പ് ഉണ്ടാവും നോക്കാം. ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇനി 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം ആഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് ജസ്റ്റ് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പത വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് തൈരാണ്. ഞാനിവിടെ 1/2 കപ്പ് തൈര് ആഡ് ചെയ്യുന്നുണ്ട്. തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ചിലപ്പോൾ തൈര് ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് ആഡ് ചെയ്യുക. ഇനി നമുക്കിതിലോട്ട് താളിച്ചും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 വറ്റൽമുളക് 2ആയിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കണം. നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണോ? നിങ്ങൾക്ക് ഡയറ്റ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ന്യൂട്രീഷൻ ഇതിനെ പറ്റിയൊക്കെ അറിയാൻ ഇഷ്ടമാണോ? എങ്കിൽ ഹോൾസം ടോക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇൻഫോ കാർഡിലും കൊടുക്കാം. ഇതിൻ്റെയൊക്കെ അളവ് ഇപ്പോൾ കുറച്ച് കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. ഇനി 2 കൊത്ത് കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഇതൊന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പിലയ്ക്കൂടെ ഒന്ന് വാടി വരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ പുളിശ്ശേരിയിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്സിനെ കമൻസിലൂടെയും മെയിലിലൂടെയും അറിയിക്കാൻ മറക്കരുത്. ഇനിയും ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസിനായി കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു ഹെൽത്തി വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ. ബൈ.